പല്ലുവേദന വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മരുന്ന് വാങ്ങി കഴിക്കും. എന്നിട്ടും മാറിയില്ലെങ്കിൽ പല്ല് പറിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. നിങ്ങളിങ്ങനെ പല്ല് പറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, സൈഡിലുള്ള പല്ലുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് പിന്നീട് കാലക്രമേണ നിങ്ങൾക്ക് പല്ല് ഫുഡ് കുടുങ്ങാനും പല്ലിൻ്റെ ഇടയിൽ സ്പേസസ് ഉണ്ടാവാനും കാരണമാവും. ഇത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല. ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ ചേഞ്ചസ് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പുതിയ പല്ല് വെച്ചാൽ പോരെ? നിങ്ങൾ ഇങ്ങനെ വെക്കുന്ന പല്ല് ഒന്നെങ്കിൽ ഇംപ്ലാന്റ്, അല്ലെങ്കിൽ ബ്രിഡ്ജ്, അല്ലെങ്കിൽ RPD, അതായത് ഊരി വെക്കുന്ന പല്ലായിരിക്കും. ഇതിൽ ഏത് മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്താലും ഇതൊന്നും നമ്മുടെ നാച്ചുറൽ പല്ലിൻ്റെ അത്ര സ്ട്രെങ്ത് തരില്ല. ഒരു മെത്തേഡും ഒരു മെറ്റീരിയലും നമ്മുടെ നാച്ചുറൽ പല്ലിൻ്റെ അത്ര സ്ട്രെങ്ത് വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ നിങ്ങൾക്ക് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഫില്ലിങ് സജസ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ പല്ലിൻ്റെ ഉള്ളിലെ കേടുവന്ന ഭാഗം, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗം എടുത്ത് കളഞ്ഞിട്ട് അത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ നമ്മളെ നാച്ചുറൽ ടൂത്തിനെ പ്രിസർവ് ചെയ്ത് വെക്കും. ഇനി എപ്പോഴാണ് പല്ല് പറിക്കേണ്ടത്, എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കരമായിട്ട് പല്ല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒട്ടും റിസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് നിങ്ങൾ പല്ല് ഇട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറിക്കേണ്ടി വരും. ഇനി അതല്ല, ഭയങ്കര ഇൻഫെക്ഷനായി, ഭയങ്കര റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാക്കാൻ പറ്റാത്ത അത്രയും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തും പല്ല് പറിക്കേണ്ടി വരും. ഇനി എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പല്ലിലെ കേട് പൾപ്പ് വരെ, അതായത് നമ്മുടെ പല്ലിന് ജീവൻ കൊടുക്കുന്ന ഭാഗം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റാണ് ഓപ്ഷൻ ഉള്ളത്.